ഹായ് സുഹൃത്തുക്കളെ, സ്വസ്തി വെൽനസ് സെന്ററിലേക്ക് സ്വാഗതം. ഞാൻ അറഫാത്ത് മാരിയാട്. ഇന്ന് പറയാൻ പോകുന്നത് നടത്തത്തെ പറ്റിയിട്ടാണ്. അല്ലേ? പല ആളുകളും പഴയ കാലത്തേക്കാൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് പേര് ഇന്ന് നടക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു സാഹചര്യം കണ്ടുവരുന്നുണ്ട്. പലരോടും ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചതിന്റെ ഫലമായിട്ടാണ് അവർ നടക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടി ചില ആളുകളൊക്കെ നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോവാറുണ്ട്, അവർ നടക്കുന്നതിനേക്കാൾ നല്ലത് മുൻപത്തെ പോലെ നടക്കാതിരിക്കുന്നതാണ്. കാരണം അവർ നടക്കുന്ന രീതി പല ആളുകളും കണ്ടിട്ടുണ്ട്. നടക്കുന്നതിന്റെ ഇടക്ക് പെട്ടെന്ന് ചായക്കടയിൽ കയറിയിട്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നടക്കുന്നതിന്റെ ഇടക്ക് പെട്ടെന്ന് ചായക്കടയിലേക്ക് കയറിയിട്ട് ചായ, മുട്ട അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എണ്ണ പലഹാരങ്ങൾ കഴിച്ചിട്ട് വീണ്ടും അപ്പൊ തന്നെ നടക്കുക. നമ്മൾ കിതച്ച് നമ്മുടെ എല്ലാ പാർട്സും നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കയറിയിട്ട് ഭക്ഷണം കഴിക്കുക, അപ്പൊ തന്നെ ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും നടക്കുക. ഈ ഒരു പരിപാടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഈ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഒന്ന്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ ചെരുപ്പ് അമിതമായിട്ട് ഹീൽസ് ഉള്ള ചെരുപ്പാണോ നോക്കുക. പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ നടക്കുന്ന സമയത്ത് കാണാറുണ്ട്, അവര് സാധാരണ വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സ് ഇട്ടിട്ട് അവരെന്ത് ചെയ്യും, ഓക്കെ അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് ബോഡിയോട് ഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ശാരീരിക ഇറുക്കമില്ലാത്ത ഏത് ഡ്രസ്സ് നിങ്ങൾ യൂസ് ചെയ്തോ. പക്ഷെ അതോടൊപ്പം അവര് വല്ല കല്യാണത്തിനൊക്കെ പോകുന്ന രീതിയിൽ നല്ല ഹീൽസ് ഒക്കെ ഇട്ട് നടക്കുന്നത് കാണാറുണ്ട്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്ലാന്റർ ഫേഷ്യ, കാലിലെ പ്ലാന്റർ ഫേഷ്യ ടൈറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് പ്ലാന്റർ ഫേഷ്യലിറ്റീസ് എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ വരാനൊക്കെ കാരണമാവും. മാത്രമല്ല നിങ്ങളുടെ ഡിസ്ക് വൾജിങ്ങിനൊക്കെ അത് കാരണമാവും. അങ്ങനെ ഒരുപാട് ആരോഗ്യപരമായിട്ട് നോക്കുമ്പോൾ ഒരുപാട് ദോഷങ്ങൾ നിങ്ങൾക്ക് അതിനുണ്ടാവും. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് നടക്കേണ്ടത്? നിങ്ങളെ ഫൂട്ടിന് കറക്റ്റ് ആയിട്ടുള്ള, നിങ്ങൾ ചോദിച്ച് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ബ്രാൻഡിന്റെ ഷൂ വാങ്ങാൻ പറ്റുമെന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വെറും കാലിൽ നടക്കുന്ന ആളുകൾ കാണാറുണ്ട്. അവരതിന് പറയുന്ന ഒരു കാരണം സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പക്ഷെ ഇവർ വെറും കാലിൽ നടക്കുന്നത് നല്ല ഹാർഡായിട്ടുള്ള കോൺക്രീറ്റ് റോഡിലൂടെയോ അല്ലെങ്കിൽ റബ്ബറൈസർ റോഡിലൂടെയൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന സംഭവം, നമ്മൾ അങ്ങോട്ടുള്ള അതേ ഫോഴ്സ് തിരിച്ചിങ്ങോട്ടും നമുക്കുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക, നമ്മുടെ ജോയിൻസിന്, കാൽമുട്ടിനൊക്കെ ഭയങ്കര രീതിയിലുള്ള ജോയിൻസിന്റെ ഒരു ഗ്യാപ്പ് കുറക്കുന്ന രീതിയിൽ എത്തും. അങ്ങനെ നമ്മുടെ ലിഗ്മെന്റ്സിനെ അത് എന്ത് ചെയ്യും, മെനിസ്കസിനെ അത് ഇല്ലാണ്ടാക്കും. അങ്ങനെ തേയ്മാനം വരാനൊക്കെ, ഫ്ലൂയിഡിന് ലീക്കേജ് സംഭവിച്ച് തേയ്മാനം വരാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു തെറ്റ് എന്ന് പറയുന്നത്, അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ നടത്തം പരമാവധി ചെരുപ്പില്ലാണ്ടൊക്കെ നടക്കുന്ന ഒരു റബ്ബറൈസർ റോഡിലൂടെ അതുപോലെ കോൺക്രീറ്റിലൂടെ ഒക്കെ ഒഴിവാക്കുക, മണ്ണിലൂടെ മാത്രമാക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സംസാരിച്ചുകൊണ്ട് നടക്കുക. പരമാവധി നടക്കുന്ന സമയത്ത് സംസാരം നിങ്ങൾ ഒഴിവാക്കുക. നമ്മൾ ഏതൊരു വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലും നമ്മുടെ മനസ്സ് അതോടൊപ്പം വേണമെന്നുള്ളതാണ്. രണ്ട് ഗുണ, നമ്മുടെ ശ്രദ്ധ ആ ഒരു വർക്കൗട്ടിൽ ഉണ്ടാകുമ്പോൾ ഏതൊരു ഭാഗത്തേക്കാണ് നമുക്കത് എഫക്റ്റ് ചെയ്യുന്നത്, ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ചിന്ത കൂടെ ഉണ്ടാകുമ്പോൾ അത് നല്ല രീതിയിൽ അത് നമുക്ക് ഗുണകരമായി ബാധിക്കുന്നുള്ളത് മാത്രമല്ല, ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള കുളത്തലോ അല്ലെങ്കിൽ നമുക്ക് ബോഡിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ അത് വരും, എനിക്കിവിടെ എന്തോ പ്രശ്നം ഉണ്ടല്ലോ. അല്ല, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കൂല, എവിടെയും വല്ല കുളത്തലോ അല്ലെങ്കിൽ ശ്വാസതടസ്സമൊക്കെ വന്നാൽ നമ്മൾ ശ്രദ്ധിക്കൂലത്, വീണ്ടും അതൊരു ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ നടക്കാതെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ബോഡി ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ കിതപ്പ് നിരീക്ഷിച്ചുകൊണ്ടൊക്കെ നമ്മൾ നടക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ കയറ്റുള്ള സ്ഥലത്തിലൂടെ പോകുമ്പോൾ, കയറ്റം കയറുന്ന സമയത്തൊക്കെ ചില ആളുകൾ സംസാരിച്ച് സ്പീഡ് ഒക്കെ നടക്കും. ചില ആൾക്ക് തോന്നൽ നിവർന്ന് അങ്ങോട്ട് നടന്നാൽ മതി, എല്ലാ സ്ഥലത്തുനിന്നും നിവർന്ന് തന്നെയാണ് നടക്കേണ്ടത്. പക്ഷെ കയറ്റുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ബോഡി കുനിച്ചിട്ട് വേണം നടക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ലങ്സിനൊക്കെ അത് താങ്ങാൻ സാധിക്കില്ല ആ ഒരു സാഹചര്യം. ഓക്കെ, നമുക്ക് അപ്പോൾ എന്താ പറയുക, അറ്റാക്ക് അതുപോലെ ശ്വാസതടസ്സമൊക്കെ വരാനുള്ളൊരു കാരണമായിട്ട് ഇത് മാറും. അപ്പോൾ നിങ്ങൾ എത്രത്തോളം കയറ്റുണ്ടോ അത്രത്തോളം ബോഡി കുനിച്ചിട്ട് ബ്രീത്ത് കൺട്രോൾ ചെയ്ത് നടക്കാൻ ശ്രമിക്കാം. ഇങ്ങനെയൊന്നും അല്ലാതെ ഇതിനൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ട് നടക്കുന്ന ആളുകളാണ് ഇന്ന് കൂടുതൽ കണ്ടുവരുന്നത്. ആ കാര്യം കൂടുതൽ ശ്രദ്ധിക്കുക, ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടി ശ്രമിക്കുക, നല്ല ആരോഗ്യം വീണ്ടെടുക്കുക. അതുപോലെ കാലിന് മുട്ടുവേദനയുള്ള ആളുകൾ നടക്കുമ്പോൾ എന്ത് ചെയ്യുക, അരമണിക്കൂറായിരിക്കും നടക്കുക കൂടുതൽ ആളുകളും ഡോക്ടേഴ്സൊക്കെ നിർദ്ദേശിക്കുന്നുണ്ടാവുക. ഈ അരമണിക്കൂറൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കാൽമുട്ടുവേദനകളൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് നടക്കുക, 5 മിനിറ്റ് റെസ്റ്റ്, വീണ്ടും 10 മിനിറ്റ്, 5 മിനിറ്റ് റെസ്റ്റ്, വീണ്ടും 10 മിനിറ്റ്, അങ്ങനെ 3 ഭാഗമായിട്ട് നടക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏതൊരു വർക്കൗട്ട് ആണെങ്കിലും ചെയ്യുന്ന രീതി കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഗുണമല്ല, ദോഷം ഉണ്ടാവുക. ഒരുപാട് പേർക്ക് ദോഷം ചെയ്യുന്ന വിധത്തിലാണ് അവരുടെ നടത്തം എന്ന് പറയുന്നത്. അത് കണ്ടപ്പോൾ ഇന്ന് ഈ ഒരു വിഷയം ഇവിടെ പറയണം എന്ന് തോന്നി. അപ്പോൾ ഒത്തിരി നല്ല വീഡിയോകളുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.